പ്രഗ്നൻസി ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് 5 ആഴ്ച കഴിഞ്ഞു. രാവിലെ തന്നെ ബാങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഭയങ്കര വിശപ്പ്. ഈ ഒരു സമയത്താണ് ഞാൻ നാട് ഒരുപാട് മിസ് ചെയ്യുന്നത്. നാട്ടിൽ രാവിലെ കിട്ടുന്ന ദോശയും അപ്പവും ഒക്കെ ഞാൻ മിസ് ചെയ്തു. അങ്ങനെ ഇവിടുത്തെ ഒരു കോഫി ഷോപ്പിൽ ഞങ്ങൾ കയറി. ഭയങ്കര വിശപ്പായതിന്റെ പേരിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും വിശപ്പ് എന്തോരം ആണെന്ന്. എത്ര കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും വിശപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, പ്രഗ്നൻസി പീരീഡിൽ അൺസൈക്കബിൾ ആണ്. അധികം തിരക്കില്ലാത്തൊരു കുഞ്ഞു കോഫി ഷോപ്പിലാണ് കയറിയത്. ഞങ്ങളുടെ ഭാഗ്യത്തിന് ഓർഡർ ചെയ്ത സാധനം പെട്ടെന്ന് തന്നെ വന്നു. കോഫി ചായയൊക്കെ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടതുകൊണ്ട് ഞാൻ പാൽ ഓർഡർ ചെയ്തു. ഇച്ചാനാണെങ്കിൽ കോഫി ഓർഡർ ചെയ്തു. പിന്നെ ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡായിട്ടുള്ള തൊർച്ചേജ ദെ പത്താത്ത എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇച്ചാനാണെങ്കിൽ കൊളംബിയൻ ഫുഡായിട്ടുള്ള എംപനാദ ഓർഡർ ചെയ്തു. എംപനാദയുടെ ഉള്ളിൽ ചിക്കന്റെ ഫില്ലിംഗ് നിറച്ചിട്ടുണ്ട്. കൂടി ഒരു ചട്നിയും കിട്ടി. രാവിലെ തന്നെ എങ്ങനെയാണ് ചിക്കനൊക്കെ കഴിക്കുക, അങ്ങനെയാണ് ഞാൻ തൊർച്ചേജ ദെ പത്താത്ത ഓർഡർ ചെയ്തത്. ടേസ്റ്റ് നോക്കാൻ എന്നവണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് തിന്നു. എനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല, ഇപ്പൊ വിശപ്പ് നന്നായിട്ട് കൂടുന്നുണ്ട്. കുഞ്ഞു വളരേണ്ട സമയമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇത്രയധികം വിശപ്പ് കൂടുന്നത്. കൈ കിട്ടുന്ന സാധനങ്ങളൊന്നും ആക്രാന്തത്തോടെ തിന്നാൻ പറ്റില്ലെന്നുള്ളതാണ് വേറൊരു കാര്യം. ഡോക്ടർ പ്രത്യേകിച്ച് ഒരു ഡയറ്റ് പ്ലാൻ ഒക്കെ തന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ബാങ്കിലൊക്കെ പോയി ക്ഷീണിച്ചതുകൊണ്ട് രാവിലെ തന്നെ അന്യായ വിശപ്പായിരുന്നു. ഫുഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം മാന്യമായിട്ടൊക്കെ കഴിക്കുന്ന ഒരാളാണ് ഞാൻ. വിശപ്പ് കണ്ണിക്കോടെ കയറിയിട്ട് ഞാനല്ലാതിരിക്കുന്ന അവസ്ഥ വരെ എത്തിയായിരുന്നു. എന്റെ ശരീരത്തിന്റെ മുഖത്തിനൊക്കെ പതിയെ പതിയെ ചില വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങി. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാനല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം. മുഖം കുറച്ചുകൂടി ഡാർക്കറായി, കുറച്ചുകൂടി ചബ്ബിയായി, എന്തോ ഫേസ് ഒക്കെ താഴത്തേക്ക് തൂങ്ങിയ മാതിരിയൊക്കെ തോന്നുന്നു. എനിക്ക് തോന്നുന്നു പ്രഗ്നൻസിയിൽ ഹോർമോണിന്റെ ചേഞ്ച് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഹൈപ്പർ പിഗ്മെന്റേഷൻ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് സമയം എടുത്തു. പ്രഗ്നൻസിയിൽ വരുന്ന ഓരോരോ ചേഞ്ചുകളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തല്ലേ മതിയാവുള്ളൂ. അതിലൊന്നാണ് ഈ ഒരു വിശപ്പ് എന്ന് പറയാനായിട്ട്. എത്ര നേരം എടുത്താലും ഞാൻ വിശപ്പ് സഹിക്കുന്ന ഒരാളാണ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഞാൻ പറയുന്ന ഈ കാര്യം മറ്റു പ്രഗ്നന്റ് ലേഡീസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള പ്രഗ്നന്റ് ലേഡീസിനോട് ഞാനത് ഡിസ്കസ് ചെയ്ത സമയത്ത് പലർക്കും പലതരത്തിലുള്ള ശാരീരിക മാനസിക വ്യത്യാസങ്ങളാണ് കണ്ടുവന്നത്. ഒരിക്കലും എനിക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള വിഷമങ്ങളല്ല മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ആക്കി ഇപ്പോഴൊരു ആശ്വാസമായത്. പ്രഗ്നൻസിയുടെ മറ്റൊരു വിശേഷം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.